ഇന്ന് വിഷു അല്ലേ? എല്ലാവർക്കും വിഷുദിന ആശംസകൾ. വിഷുവിന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഒന്നല്ല 2 പേരുണ്ട് കേട്ടോ. ആരാണെന്നല്ലേ? ഇതാണ് നമ്മുടെ അതിഥി, നമ്മുടെ നമ്പൂരിച്ചൻ. ഇത് മേൽശാന്തി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ. വലിയ മനക്കുള്ള തിരുമേനിയാ. പേര് വിഷ്ണുമൂർത്തി. അതെ, കണ്ടാ ഫ്രീക്കനായിട്ടിരിക്കും, പക്ഷെ തിരുമേനിയാണ്. വിഷ്ണുമൂർത്തി. അപ്പം തിരുമേനിക്ക് കഴിക്കാന് ഇതൊക്കെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മളും ഇത് കഴിക്കേണ്ട അവസ്ഥ. സാധാരണ ഗസ്റ്റ് വരുമ്പോൾ നമ്മുടെ ചിക്കനും മട്ടനും ഒക്കെയാണ് ഒരുക്കുന്നത്. പക്ഷെ തിരുമേനിക്കത് പറ്റില്ലല്ലോ. തിരുമേനിയുടെ മുമ്പിൽ ബിരിയാണി കൊണ്ടുവച്ചാൽ ശിവ ശിവ എന്താ ഇത്, വാഷളൻ എന്ന് പറയില്ലേ? അതുകൊണ്ട് നമ്മൾ ഫുൾ വെജിറ്റേറിയൻ ആക്കി. എന്നെ കാണാൻ വേണ്ടി തൃശ്ശൂരിൽ നിന്ന് ഇത്ര ദൂരം വന്നിട്ട് ഞാൻ വരാതിരിക്കുന്ന മോശമല്ലേ? അതുകൊണ്ട് എന്നെ വിളിച്ചോണ്ട് വന്നു. അല്ല, എന്നെ കാണാവുന്ന എന്നെ കൊടുത്തില്ല. കണ്ട, എന്നെ കാണാവുന്ന അല്ലേ? കണ്ട, എന്നെ കാണാവുന്ന കണ്ട മൂർത്തിച്ചേട്ടാ വരെ പറഞ്ഞു. തൃശ്ശൂരിന്ന് ഇവിടം വരെ സ്കൂട്ടറിലാണ് വന്നത്. നമ്മള് കഴിക്കാൻ കൊടുത്തത് പരിപ്പ്, പിന്നെ തീയല്, അവിയല്. അത് പരിപ്പും ചക്കക്കുരു അതൊക്കെയല്ലേ. നമ്മളെ തിരുമേനി ആയോണ്ട് പരിപ്പും തീയലും അവിയലും പപ്പടമൊക്കെ കൊടുക്കേണ്ട അവസ്ഥ. അപ്പൊ നമ്മളും അത് തന്നെ കഴിക്കണം. തിരുമേനിക്ക് ഇഷ്ടായാവോ? അങ്ങനെ തിരുമേനിക്ക് ഭക്ഷണമെല്ലാം വിളമ്പിക്കൊടുത്തു. കേമായി എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് സന്തോഷായി. കുറെ നേരം ഇരുന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. വൈകുന്നേരമായപ്പോൾ തിരുമേനിയും അനുജനും യാത്രയായി. പിന്നെ നമ്മുടെ തിരുമേനിക്ക് വേലയടിക്കാൻ ഒരു പെൺകുട്ടിയെ വേണം. അവർക്ക് ഈ ബ്രാഹ്മണ കുടുംബത്തിലെ നിന്നല്ലേ പറ്റൂ. അമ്പലത്തിലെ ശാന്തിക്കാരനാണ്. അപ്പോ അതിനെ പറ്റി പെൺകുട്ടികളുള്ള വീട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ തിരുമേനിയെ ഒന്ന് ബന്ധപ്പെടണേ. നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ നേരുന്നു. ഇനി നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഓക്കെ, ബൈ ബൈ. ഏതായാലും നല്ല ഉണ്ടെങ്കിൽ പെൺകുട്ടി ഉണ്ടെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ്. ഞാൻ നമ്പർ താഴെ കൊടുത്തിരിക്കാം. ചെറുക്കന് ജോലി എന്ന് പറഞ്ഞാല് തിരുമേനിയാണ്, അമ്പലത്തിലെ പൂജാരിയാണ് അല്ലേ? നമ്പർ നമ്മൾ താഴെ കൊടുത്തിരിക്കും. നമ്മള് തിരുമേനി വന്നിട്ടുണ്ട്, തിരുമേനിയുടെ അനിയനും വന്നിട്ടുണ്ട്. അനിയനാണ് അത്. ഇത്ര ചൂട് വെയിലത്ത് തൃശ്ശൂരിൽ നിന്ന് ഇവിടം വരെ വന്നത്. ഒത്തിരി സന്തോഷം. അപ്പൊ എല്ലാരും തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഐഷുട്ടി പറഞ്ഞാൽ മതി, അതായിട്ടും നല്ലത്. ഐഷുട്ടിയുടെ സെലിബ്രിറ്റി. അപ്പൊ ശരി, ഓക്കെ. അടുത്ത പ്രാവശ്യം ഐഷുട്ടിക്ക് ഗിഫ്റ്റ് കൊണ്ടുവരണം. അതാ